ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ ശ്രീകല അടുക്കള ഭരണം തുടങ്ങിയിരിക്കുക കേട്ടോ. ശരിക്കും പറഞ്ഞാൽ മീനാക്ഷിക്കും ഇത്രയ്ക്കും പൊറുതി മുട്ടുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, ആൻറ്റി ഞങ്ങൾക്കിവിടെ വേറെ പണിയൊന്നുമില്ലല്ലോ, ഞങ്ങൾ അടുക്കളയെ സഹായിക്കാന്ന് പറയുമ്പോൾ അയ്യോ അത് വേണ്ട, എനിക്കിവിടെ വേറെ പണിയൊന്നുമില്ലല്ലോ മക്കളെ, ഞാൻ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം. നോക്ക്, നിങ്ങളുടെ സ്ഥാനത്ത് ദേവി അടുക്കളയിൽ വന്നാൽ പോലും ഞാൻ അവളെ കൊണ്ട് ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് എൻ്റെ മക്കൾ അവിടെ പോയിരുന്നോ, കറക്റ്റ് ഭക്ഷണത്തിന് സമയമാകുമ്പോഴേക്കും ശ്രീകല ആൻറ്റി വിളിക്കാം, അപ്പം വന്നാൽ മതി. ആൻറ്റി അത് നോക്ക്, നിങ്ങൾ രാവിലെ എഴുന്നേപ്പിച്ച് ഞാൻ ചായയൊക്കെ തന്നില്ലേ, അതുപോലെ ഭക്ഷണം തരാൻ സമയമാകുമ്പോൾ ഞാൻ അവിടെ വന്ന് നോക്കാം, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇനി അടുക്കള ഭരണം ഈ ശ്രീകല ആൻറ്റി ഏറ്റു, ഇനി കുറച്ച് മാസം ഞാനിവിടെ ഉണ്ടാവുമല്ലോ എന്നൊക്കെ പറയാണ്. നമ്മുടെ മീനാക്ഷിക്ക് അതിന് ആകെ ദേഷ്യം വരുന്നുണ്ടോ. മിത്ര മീനാക്ഷിനെയും കൂട്ടിക്കൊണ്ട് അപ്പുറത്തേക്ക് പോവാണ്. മീനാക്ഷി പറയുന്നുണ്ട്, മിത്രേ ഇതങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല, അവരെന്തോ ഒന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ടാണ് വന്നിരിക്കണത് എന്നിങ്ങനെ പറയണം. ആ സമയത്ത് മിത്ര പറയണ്ട, അതിനിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മീനാക്ഷി എടുത്തെന്ന് പറയുമ്പോഴേക്കും നമുക്കൊരു കാര്യം ചെയ്യാം, അച്ഛനോട് ഈ കാര്യം തുറന്നു പറയാം എന്ന് പറയാണ്. അയ്യോ എനിക്ക് പേടിയാണ് അങ്കിളുടെ മുമ്പിൽ പോയി നിൽക്കാൻ, എന്തിനാ മിത്ര ഇങ്ങനെ പേടിക്കണത്, ഉള്ള കാര്യം നമ്മൾ ഉള്ള പോലെ എല്ലായിടത്തും പറയണം, നമുക്ക് ആരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, മിത്ര വാ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് ബാലിന്റെ റൂമിലേക്ക് പോവാണ്. ബാലിനപ്പം ഉറക്കമായിരിക്കും കേട്ടോ. അയ്യോ മീനാക്ഷി എടുത്തി അങ്കിള് നല്ല ഉറക്കമാണ്, നമുക്ക് പിന്നെ വരാമെന്ന് പറയുമ്പോൾ അതെ അങ്കിള് കണ്ണടച്ച് കിടക്കണമെന്ന് മാത്രമേ ഉള്ളൂ, മനസ്സിൽ മുഴുവൻ അമ്മയുടെ വിചാരമാണ്, നീ വേണമെങ്കിൽ നോക്കിക്കോ. അച്ഛാ അച്ഛാ, എന്താ മോളെ, അച്ഛൻ ഉറങ്ങിയായിരുന്നോ? അച്ഛനെ സമയത്ത് ഉറങ്ങാറില്ലല്ലോ. വെറുതെ ഒന്ന് കണ്ണടച്ചതാ. അച്ഛനെ പതിവില്ലാത്ത സ്വഭാവമൊക്കെ ഇപ്പൊ തുടങ്ങുന്നുണ്ട്. അമ്മയാണ് മനസ്സിൽ, അതുകൊണ്ട് വിഷമിച്ച് കിടന്നതായിരിക്കുമല്ലോ. എനിക്കോ എന്റെ മനസ്സിൽ അങ്ങനെയൊന്നുമില്ല, നിങ്ങളുടെ ആര് പറഞ്ഞു അങ്ങനെയൊക്കെ? അച്ഛ ഞങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. അതല്ല നിങ്ങളിപ്പോ എന്താ വന്നത്, എന്തിനും പറയാനുണ്ടോ? അച്ഛ ഒരു കാര്യം പറയാനുണ്ട്, അച്ഛൻ എന്ത് വിചാരിച്ചാലും ഇല്ലെങ്കിലും മനസ്സിലുള്ള കാര്യം പറയണമല്ലോ. മോള് പറഞ്ഞോ, എന്താ കാര്യം? ശ്രീകലാന്റി ശരിയാവില്ല അച്ഛ, അവരെന്തൊക്കെയോ ഉദ്ദേശിച്ച് കരുതി കൂട്ടാ ഓരോന്നൊക്കെ ചെയ്യണത്. നോക്ക്, അത് ദേവിയുടെ അമ്മയും അച്ഛനാണ്, അവരങ്ങനെ പറഞ്ഞുകൂടാ, അവർ നമ്മുടെ സങ്കട സമയത്ത് കൂടെ നിൽക്കുന്നത് നല്ല കാര്യമല്ലേ അച്ഛാ, അതെനിക്ക് നല്ലതായിട്ട് തോന്നണില്ല, വെറുതെ പ്രശ്നമാവാട്ടോ അച്ഛാ എന്ന് പറയാണ്. നോക്ക്, ഈ കാര്യത്തിൽ ആരും ഇടപെടാൻ നിൽക്കണ്ട, ഇത് ഞാൻ തീരുമാനിച്ചോളാം, നിങ്ങൾ പോവാൻ നോക്കെന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ മീനാക്ഷി പറയുന്നുണ്ട്, അതെ ഞാനേ പോവില്ല എന്ന് പറയാണ്. എന്ത് പറയുന്നത്, തർക്കുത്തരം പറയണം? അതെ ഞാൻ തർക്കുത്തരം പറയും, എന്റെ സ്വന്തം അച്ഛനാണിച്ചിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കണത്, അച്ഛനത് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ പോയിക്കോളാം, പക്ഷെ മേലല്ല ഞാൻ അച്ഛനത്തെ മിണ്ടാനും ഈ റൂമിലും വരത്തില്ല, നോക്കിക്കോ. മോളെ ഞാൻ തമാശക്ക് പറഞ്ഞാണ്, നോക്ക് അവർ നമ്മൾ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ശരിയാണോ അച്ഛ, എന്നാലും അച്ഛൻ കാഴ്ചകളൊക്കെ കണ്ണു തുറന്ന് കാണണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് മീനാക്ഷി അവിടെ നിന്ന് പോകുന്നുണ്ട്. ബാലനും എന്തൊക്കെയോ ഒരു സംശയമൊക്കെ ഇങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ, പിന്നെ അവരുടെ മുമ്പിൽ അങ്ങനെ കാണിച്ചില്ലെന്നേ ഉള്ളൂ. മീനാക്ഷി മിത്രടുത്ത് പറയുന്നുണ്ട്, മിത്ര എനിക്കൊരു സംശയമുണ്ട്, ഇവർ ശരിക്കും വലിയ ഫാമിലി തന്നെയാണോ, അല്ല അവരുടെ സ്വഭാവം വെച്ചോക്കുമ്പോൾ കൾച്ചറില്ലാത്ത സ്വഭാവമാണ്, നമുക്കൊരു കാര്യം ചെയ്താലും മിത്രേ അവരുടെ നാട്ടിലൊക്കെ ഒന്ന് പോയിട്ട് അന്വേഷിച്ചിട്ട് വന്നാലോ, എനിക്കെന്തോ അവർ പന്തികേടാണ്, എന്തോ സ്വഭാവത്തിൽ പന്തികേടുണ്ടെന്ന് തോന്നുന്നുണ്ടെന്ന് പറയുമ്പോൾ മിത്ര പറയണ്ടേ മീനാക്ഷി എടുത്തി, അതെനിക്കും തോന്നിയിട്ടുണ്ട്, ദേവിയടുത്തൊരു സ്വഭാവം നന്നായി വരുമായിരുന്നു, അപ്പോഴാ സ്വഭാവം ചീത്താക്കാൻ വേണ്ടി അവരിങ്ങോട്ടേക്ക് വന്നത്. അത് ശരിയാ മിത്ര നീ പറഞ്ഞത്, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവരെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് സത്യങ്ങളൊക്കെ കണ്ടെത്തിയെടുത്ത് അച്ഛനടുത്ത് പറയണേക്കും നല്ലത്, അതാകുമ്പോഴേക്കും അച്ഛന് പൂർണ്ണ വിശ്വാസവും. അത് നല്ല ഐഡിയ ആണ് മീനാക്ഷി എടുത്തിന്ന് മിത്രയും പറയുന്നുണ്ട്. അങ്ങനെ മിത്രയും മീനാക്ഷിയും കൂടി ശ്രീകലയും ഉദയഭാനുവും ശരിക്കുമുള്ള വീട് ഏതാണ്, അവർ എത്രക്കാരാണ് എന്നൊക്കെ അറിയാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടാൻ വേണ്ടി പോകുവാട്ടോ. അതേസമയം നമ്മുടെ അലോക് ആണെങ്കിൽ ചെറിയൊരു കണ്ണ് അനുമോളുടെ അടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അനുമോൾ പറയുന്നുണ്ട്, നമ്മുടെ മീനാക്ഷി അടുത്ത് മിത്ര അടുത്ത് ഞാനൊന്ന് പുറത്തു വരെ പോവാണ്, ഒരു ഫ്രണ്ടിനെ കാണാനുണ്ടെന്ന് പറയുമ്പോൾ ഫ്രണ്ടിനെ കാണാനാണ്, നീ ഇപ്പൊ വന്നല്ലേ ഉള്ളൂ, അപ്പൊ തന്നെ പോണോ, അതൊരു സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ്, ഇപ്പൊ തന്നെ പോയി ശരിയാക്കിയില്ലെങ്കിൽ പിന്നെ അതിന്റെ പുറകിൽ ഓടി നടക്കേണ്ടി വരും, ശരി എങ്കിൽ നീ പോയിട്ട് പെട്ടെന്ന് വാ എന്ന് പറയണം. അങ്ങനെ അനു അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് പറയുന്നുണ്ട്, ഞാനൊരു കാര്യം ചെയ്താലോ, അലോകേട്ടൻ്റെ അടുത്തൊന്ന് സംസാരിച്ചാലോ, അമ്മയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ശരിയാക്കാൻ വേണ്ടി. വേണ്ട, അലോകനത്ത് നീ സംസാരിക്കാൻ നിൽക്കണ്ട, അയാളൊരു പ്രത്യേക ടൈപ്പ്, സമ്മതിക്കത്തൊന്നില്ലെന്ന് മീനാക്ഷി പറയുമ്പോൾ മിത്ര പറയണ്ട, അതേ മോളെ അലോക് ശത്രുത മനസ്സ് വെച്ച് സംസാരിക്കുമെന്ന് പറയുമ്പോൾ അനു പറയുന്നുണ്ട്, അലോകേട്ടനടുത്ത് ഞാനൊന്ന് സംസാരിച്ച് നോക്കട്ടെ എന്നൊക്കെ അനു പറയുന്നുണ്ട്. ശേഷം ഫ്രണ്ടിനെ കാണാമെന്ന് പറഞ്ഞിട്ട് അനു അവിടെ നിന്ന് പോകുക കേട്ടോ. അങ്ങനെ അത് മാത്രല്ല, നമ്മുടെ അനു ആണെന്നുണ്ടെങ്കിൽ അനു പുറത്തേക്ക് ഇറങ്ങുമ്പോഴൊക്കെ അലോക് മുകളിൽ നിന്ന് നോക്കുന്നുണ്ട്, കാരണം അലോകിന് ഒരു ചെറിയൊരു ഇഷ്ടം അനുവിനോട് ഉണ്ട്. അനുക്ക് എന്തൊക്കെയുള്ള പോലെ ഇന്നത്തെ എപ്പിസോഡ് കാണുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയും ഭാഗമേ കാണിച്ചുള്ളൂ, വേറെ എന്തൊക്കെയൊക്കെ കാണിച്ച് പക്ഷെ വല്ല ഇമ്പോർട്ടൻറ്റ് ഭാഗം ഇത്രയും മാത്രമേ കാണിച്ചുള്ളൂ. അപ്പൊ നാളത്തെ എപ്പിസോഡിൽ കാണിക്കാൻ വേണ്ടി എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ അനു നമ്മുടെ അലോകിനെ കാണാൻ വേണ്ടി അലോകിനെ ഫോൺ വിളിക്കുകയാണ്, ഇന്ന സ്ഥലത്ത് മീറ്റ് ചെയ്യാം, എനിക്ക് അലോകിനും ഏട്ടനോട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് അനു അങ്ങോട്ട് പോകുകയാണ് അലോകിന് സംസാരിക്കണം. അപ്പൊ അലോകും ആ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അലോകിന്റെ ഉദ്ദേശം വേറൊന്നുമല്ല,
അനുവിനെ ഒന്ന് സെറ്റ് ചെയ്ത് കൊള്ളാന്നുണ്ട്. കാരണം അനുവിനെ ഒന്ന് സ്നേഹിച്ച് വിവാഹം കഴിക്കാമെങ്കിൽ നല്ലതാണ്. കാരണം അനുവിനോടത്തൊരു ഇഷ്ടവും പ്രണയവും ഒക്കെ അലോകിനുണ്ട്. പക്ഷെ അത് മാത്രമല്ല, ഒരു ശത്രുതയും കൂടി ഉണ്ട് കേട്ടോ. കാരണം ബാലമാമന്റെ മോളെ എടുത്തെന്നൊക്കെ പറയുമ്പോഴേക്കും അവർക്കൊരു തിരിച്ചടിയാണല്ലോ. ആ ഒരു ശത്രുതയും അലോകിന്റെ മനസ്സിലുണ്ട്. ഇങ്ങനെ അവർ പുറത്ത് വെച്ചിട്ട് ഇങ്ങനെ മീറ്റ് ചെയ്യാട്ടോ. മീറ്റ് ചെയ്യുമ്പോഴേക്കും അനു പറയുന്നുണ്ട് അലോകിനോട്, അലോകേട്ട ഞാൻ അലോകേട്ടനെ കാണുമെന്ന് പറഞ്ഞത് അമ്മയുടെ കാര്യം സംസാരിക്കാനായിട്ടാണ്. അപ്പച്ചിയുടെ കാര്യം അതെന്താ സംസാരിക്കണം ചോദിക്കുമ്പോൾ അത് പിന്നെ അമ്മ അച്ഛനെ പിണങ്ങിയിരിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇനി കുറച്ച് നാൾ ഞാൻ ഇവിടെ ഉണ്ടാവും. ആ സമയത്ത് അച്ഛൻ ഇവിടെ അമ്മ അവിടെ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് എൻ്റെ അച്ഛനും അമ്മേനും ഒരുപോലെ ഇഷ്ടമാണ്. അതെനിക്കറിയാലോ. പക്ഷെ അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അനുമോളെ? അത് അവരുടെ തമ്മിലുള്ള പ്രശ്നവും കാര്യങ്ങളും, ഭാര്യ ഭർത്താവുമ്പോൾ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ പിണങ്ങി വീട്ടിലൊക്കെ പോയി നിൽക്കുന്നത് വരും. എടി പിണക്കില്ലാതെ ഭാര്യ ഭർത്താക്കന്മാരുണ്ടോ? ശരിയാ, ഉണ്ടാവുമായിരിക്കും. പക്ഷെ എൻ്റെ അച്ഛനമ്മയുടെ കാര്യത്തിൽ അവർ പിണങ്ങുമെങ്കിൽ തന്നെ അപ്പം തന്നെ ഇണങ്ങാറുണ്ട്. ഇങ്ങനെ മാറി നിൽക്കാറൊന്നുമില്ല. ഇത് സാധാരണ പിണക്കമാണെന്ന് എനിക്ക് തോന്നണില്ല. അല്ലെങ്കിലും നീ ഒന്ന് ആലോചിക്ക്, അപ്പച്ചിയുടെ ഭാഗത്ത് എന്ത് തെറ്റാ ഉള്ളത് എന്ന് ചോദിക്കുകയാണ്. അല്ല അവർ ചെയ്ത് തെറ്റ് എന്താ? അത് ഞാനിപ്പോൾ അലോകേട്ടനോട് എന്തൊരു സംഭവം ഉണ്ട്, അത് നീ എന്താന്ന് എന്നോട് പറയുമ്പോൾ അനു സത്യങ്ങളൊക്കെ അലോകിനോട് പറയാട്ടോ. അത് എന്താണ് അച്ഛനും അമ്മയും തെറ്റാനുള്ള കാരണം എന്നുള്ള സത്യങ്ങൾ പറയാണ്. അപ്പൊ സത്യങ്ങളൊക്കെ അലോക് അറിയേണ്ടത്. അത് മാത്രമല്ല അലോക് പറയേണ്ടത് അനുവിൻ്റെ അടുത്ത്, അനു എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നീ ഇപ്പൊ ഈ അമ്മയുടെ കാര്യം പറയാൻ വന്നോണ്ട് ഞാൻ പറയാണ്, എനിക്ക് നിന്നോട് ഒരു ഇഷ്ടമുണ്ട് അനു എന്ന് പറയണം. അപ്പൊ അനുക്കാകെ ഷോക്ക് ആവണം പോലെ ആവണം. അപ്പൊ അനു പറയണ്ടേ, ഏട്ടൻ അങ്ങനത്തെ രീതി കണ്ടിട്ടില്ല, അങ്ങനത്തെ രീതി നീ കണ്ടിട്ടുണ്ടാവില്ലായിരിക്കും. പക്ഷെ നിനക്ക് ഇനി കാണാലോ. നോക്ക്, ഞാൻ ഒരു ദുഷ്ടനാണ് എന്നൊക്കെ നീ വിചാരിച്ചിട്ടുണ്ടോ? പക്ഷെ ശരി, ഞാൻ ദുഷ്ടനായിക്കോട്ടെ, ഒരുപാട് എന്ത് വേണം ചെയ്തിട്ട്, പക്ഷെ ഞാൻ എപ്പോഴും എന്നിട്ട് അപമര്യാദയുടെ പെരുമാറ്റുണ്ടോ? ഏതെങ്കിലും കേസ് ഞാൻ ജയിലിൽ പോയി കിടന്നിട്ടുണ്ടോ? നോക്ക്, നമ്മൾ തമ്മിൽ വീട്ടുകാരെ തമ്മിൽ പല പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ അതിന്റെ പേര് ഞാൻ നീയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണ്. നിനക്ക് ഇഷ്ടമാണെങ്കിൽ തുറന്ന് പറയുകയാണെങ്കിൽ നമുക്ക് വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹം കഴിക്കാം. രണ്ട് വീട്ടുകാർ ചിലപ്പോൾ സൗഹൃദത്തിലാവുകയും ചെയ്യും എന്നൊക്കെ അലോക് പറയാണ്. അനു ചെറുതായിട്ട് അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ശേഷം അനു വീട്ടിലേക്ക് പോവാണ്. അലോക്, ഇനി ഞാൻ പറയുമ്പോൾ തമിഴിലെ ഭാഗം, അലോക് ഒരു ചെറിയൊരു ലവ് ലെറ്റർ എഴുതാണ്. എനിക്ക് നിന്നെ ഇഷ്ടമാണ് അനു, നീ എപ്പോഴാണ് എന്നെ മറുപടി പറയാന്നൊക്കെ ചോദിച്ചിട്ട് ഒരു ലവ് ലെറ്റർ എഴുതിയിട്ട് അപ്പുറത്തേക്ക് ഇടുകയാണ്. അപ്പൊ അനു അത് എടുക്കുന്ന മുമ്പ് ശ്രീകലയാണ് എടുക്കുന്നത്. പക്ഷെ അവിടെ തമിഴില് ശ്രീകലയല്ല, നമ്മുടെ ധർമ്മന്റെ ഭാര്യയാണ് അത് കണ്ടുപിടിക്കണം. അപ്പൊ അത് ഇവിടെ ശ്രീകലുണ്ട്, ശ്രീകലയൊക്കെ എടുക്കുന്നത്. നോക്കുമ്പോഴേക്കും അലോകാണ് അത് എഴുതിയെന്ന് ശ്രീകലൊക്കെ മനസ്സിലാവാണ്. അനുക്ക് വേണ്ടിയിട്ടാണ് എഴുതിയെന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ശ്രീകല വിചാരിക്കുകയാണ്, കൊള്ളാം, നല്ല അടിപൊളി ഐഡിയ, അനുവിനെയും അലോകിനെയും കൊണ്ട് സെറ്റ് ചെയ്യിപ്പിക്കാം. അപ്പൊ ശത്രുക്കളുടെ മക്കള് കല്യാണം കഴിച്ചാൽ വീണ്ടും കുറെ പ്രശ്നങ്ങളൊക്കെ ആകുമല്ലോ. അങ്ങനെ പല പ്രശ്നങ്ങളും ഇതിന്റെ പേരിൽ ഉണ്ടാക്കാം എന്ന് ശ്രീകല മനസ്സിൽ ഉറപ്പിക്കുകയാണ്. അങ്ങനെ ശ്രീകല അനുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നോക്കനു, ഞാൻ നിന്നോട് സ്നേഹം കൊണ്ട് പറയാണ്, ആ അലോക് എന്ന് പറഞ്ഞ പയ്യൻ എന്ത് നല്ല പയ്യനാണ്. അവനെ നിന്നോട് ചെറിയൊരു ഇഷ്ടമുണ്ടല്ലേ, അവനെ കുറ്റം പറയാൻ പറ്റില്ല. അവന്റെ അമ്മായിയുടെ മകളല്ലേ നീ. മുമ്പൊക്കെ ആണെങ്കിലേ അമ്മായിയുടെ മക്കൾ തന്നെ വിവാഹം കഴിക്കണം നീ ഇതൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ അമ്മായിയുടെ മക്കളെ വിവാഹം കഴിക്കാമല്ലോ, മുറച്ചെറുക്കനാണല്ലോ. അപ്പൊ അനു, നിനക്ക് അവന് ഇഷ്ടമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെയൊന്നും കണ്ടിട്ടില്ലെന്ന് പറയുമ്പോൾ ഇനി കാണണം, അവൻ നല്ലൊരു പയ്യനാണ്, നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയാണ്. നോക്ക്, വീടുകൾ തമ്മിലുള്ള പ്രശ്നങ്ങളും ഇതോടുകൂടി തീരും. അത് നല്ല കാര്യമല്ലേ. നിനക്ക് അവന് ഇഷ്ടമെങ്കിൽ ഞാൻ അവനോട് പറയാം. അയ്യോ വേണ്ട വേണ്ട ആന്റി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞോളാം, നീ വിഷമിക്കേണ്ട എന്ന് പറയാണ്. ഇതിന്റെ മറുപടി നീ എഴുതി കൊടുക്കണം, ഞാൻ പറഞ്ഞ പോലെ എഴുതണം. അലോകേട്ടനെ എനിക്ക് ഇഷ്ടമാണെന്ന് നീ പറയണം. അയ്യോ എനിക്ക് വയ്യ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ അനുമോളെ കൊണ്ട് നിർബന്ധിച്ച് അലോകായിട്ട് ആ ഒരു എന്താണ് പറയണം, ആ ഒരു പ്രണയബന്ധം വളരാൻ ശരിക്കും കാരണം ഈ സ്ത്രീകളെയായിട്ടോ. തമിഴ് വെച്ച് നോക്കാൻ ധർമ്മന്റെ ഭാര്യയാണ്. അങ്ങനെയാണ് അവർ പിന്നെ സ്നേഹിക്കാൻ വേണ്ടി തുടങ്ങും. അതായത് അവർ പ്രണയിക്കാൻ വേണ്ടി തുടങ്ങും. അലോകിനോട് സിനിമക്കും പാർക്കിലും ബീച്ചിലൊക്കെ അനുമോള് പോകും. അത് വീട്ടുകാരെ കൈയോടെ പിടിക്കും. പിന്നെ പ്രശ്നമായി, പിന്നെ കല്യാണമായി, അനുമോൾക്ക് വേറെ കല്യാണം നോക്കലും, അങ്ങനെ കുറെ ഭാഗങ്ങളൊക്കെ തമിഴിലുണ്ട്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇതിലും ആ ഭാഗമുണ്ട്. കാരണം അല്ലെങ്കിൽ അനുമോളെ ഈ അലോകായിട്ട് ഇങ്ങനെ അടുപ്പിക്കുന്ന ഭാഗം കാണിക്കില്ലല്ലോ. അപ്പൊ ആ ഒരു ഭാഗം എന്തായാലും മലയാളത്തിൽ ഉണ്ടാവുന്ന ഉറപ്പാണ് കേട്ടോ. ഇപ്പൊ ഞാൻ പറഞ്ഞ ഭാഗം മലയാളത്തിലും ഉണ്ടാകും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.